ഹായ്. ഫസ്റ്റ് 2020 നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് 2020 നമ്മൾ വീഡിയോ ചെയ്തില്ല. സെക്കൻഡ് 2020യുടെ വിശേഷങ്ങൾ: ഇന്ത്യ 126-ന് 6, 124-ന് 6, സൗത്ത് ആഫ്രിക്ക 128-ന് 7. അതും ടൈറ്റ് ചെയ്താണ് അവർ കളിച്ചത്. വലിയ സംഭവമൊന്നും അല്ലായിരുന്നു സംഭവം. ഇത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ: സഞ്ജു സാംസൺ ഫസ്റ്റ് 51 ബോളെ 107 അടിച്ചതിന് ശേഷം സെക്കൻഡ് 2020 3 ബോളിൽ നിന്നും 0. അതായത് പുള്ളി ഒരു അറ്റംപ്റ്റ് നടത്തി. നമ്മളത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് നമ്മൾ പിന്നെ അത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് 2020 ആ ഒരു കോൺഫിഡൻസ്, സാധാരണ ഒരു ഇത്രയും പവർഫുൾ, ഇപ്പോൾ സഞ്ജു സാംസൺ ഇടയ്ക്കിടയ്ക്ക് ഇത് നല്ലൊരു ഇന്നിങ്സ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു പെർഫെക്റ്റ് ഒരു നല്ല ഇന്നിങ്സ് അല്ലായിരുന്നു. നമുക്ക് കളിക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഒരു വലിയ സംഭവമായിട്ടുള്ള പറയാനുള്ള ഇന്നിങ്സ് ഒന്നും ഇല്ലായിരുന്നത്. കാര്യം അതേപോലെ ബാക്കി വരുന്ന ആൾക്കാരെല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യൻ ടീമിൽ വരുന്ന എല്ലാവരും കളിക്കുന്നുണ്ട്, ചെറിയക്കന്മാരൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ സംഭവമായിട്ട് കൂട്ടാനില്ലായിരുന്നു. പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിച്ച ആദ്യത്തെ 2020 മാച്ചിലെ 107 റൺസ്, 107-111, 51 ബോളിൽ നിന്ന് അടിച്ചത്, അതെടുത്ത് പറയേണ്ട ഇന്നിങ്സ് തന്നെയായിരുന്നു. അത് ഒരു പക്ക ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു റിമാർക്കബിൾ ഇന്നിങ്സ് തന്നെയാണ്. സഞ്ജു സാംസണിൻ്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ ഇന്നിങ്സുകളിലൊന്ന് അത് തന്നെയാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഇന്നിങ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ ഇന്നിങ്സ് ശരിക്കും സഞ്ജുവിൻ്റെ ഷോൾഡറിൽ തന്നെയാണ് ഇന്ത്യൻ ടീം ജയിച്ചത്. ആ ഇന്നിങ്സ്, ആ ഒരു കളി എന്ന് പറയുന്നത് സഞ്ജുവിന് മാത്രം അർഹതപ്പെട്ട ഒരു വിൻ ആണെന്ന് പറയാം. ബോളേഴ്സൊക്കെ വിക്കറ്റ് എടുത്തു എന്നെങ്കിൽ പോലും ആ ഒരു ടോട്ടൽ സെറ്റ് ചെയ്തതിന് ഏകദേശം 200-ന് മേലെ റൺസ് ഫസ്റ്റ് ഇന്നിങ്സിൽ സ്കോർ ചെയ്ത് സെറ്റ് ചെയ്ത് മാനസികമായിട്ട് ഒരു അപ്പർ ഹാൻഡ് നേടിയെടുത്തതിനും എന്തായാലും സഞ്ജുവിന് അർഹതപ്പെട്ട ഒരു ഇന്നിങ്സ് തന്നെയാണത്. ബാക്കി ബോളേഴ്സൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതന്നേ ഉള്ളൂ, പക്ഷേ സഞ്ജുവിന് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതുവരെയായിട്ടും സഞ്ജു പല ഇന്നിങ്സുകൾ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ടും അതിനെയൊന്നും വലിയ രീതിയിൽ പുകഴ്ത്താത്ത സഞ്ജുവിൻ്റെ ഫാദറും പുറത്തേക്ക് വന്നു. അദ്ദേഹം കുറച്ച് വിവാദപരമായ അവകാശങ്ങളൊക്കെയാണ് പറഞ്ഞത്. അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാദപരമായ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തി. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ധോണി, പിന്നെ ദ്രാവിഡിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ അറിയില്ല, ഇവരൊക്കെ സഞ്ജുവിനെ 10 വർഷം ബെഞ്ചിലിരുത്തി എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അത് ശരിക്കും വളരെ മോശമായിരുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പ്ലെയർ നല്ലൊരു ബ്രേക്ക് ത്രൂ ഇന്നിങ്സ്, അവരുടെ കരിയറിലെ ഒരു ബ്രേക്ക് ത്രൂ ഇന്നിങ്സ് കളിച്ച് അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ അത് ഹൈലി കോൺഫിഡൻസ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയ ഒരു കൺസിസ്റ്റൻ്റ് ആയ ഒരു കുറച്ച് കളികൾ അടുത്ത ഇന്നിങ്സുകളിൽ അവർ കാഴ്ചവെക്കാറുണ്ട്. ഒട്ടുമിക്ക കളിക്കാരും അങ്ങനെയാണ്. പക്ഷേ സഞ്ജുവിനത് കാഴ്ചവെക്കാൻ അവസരമായിരുന്നു. എനിക്ക് തോന്നുന്നു സഞ്ജുവിൻ്റെ ഫാദറിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്ക് മാനസികമായിട്ട് പുള്ളിനെ തളർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി സഞ്ജു ടീമിൽ സ്ഥിരപ്പെടുവോ ഇല്ലയോ ആ ഒരു ടെൻഷനിലാണ് കളിക്കണം എന്നുള്ളതാണ് ഒത്തിരി ആൾക്കാർ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കുരുമേൽ കുരു എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു സഞ്ജുവിൻ്റെ ഫാദറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അത് പുള്ളിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകണം. കാര്യം ഇവർക്ക് ഇവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞാൽ മതി, അവിടെ ചെന്ന് നമ്മുടെ സ്വന്തം നാട്ടുകാരല്ല, പല കൾച്ചറിൽ നിന്ന് വരുന്ന, പല ഭാഷകളിൽ നിന്ന് വരുന്ന ഒത്തിരി ആൾക്കാർ, അവർക്കും സെയിം ഫീലിങ്സ് തന്നെ ആയിരിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നിന്ന് കളിക്കേണ്ടി വരുമ്പോൾ ഇവിടെ നിന്ന് ഒരേ സ്റ്റേറ്റ്മെൻറ്റ് ആരെങ്കിലും പറയുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഇത് നമുക്ക് ബുദ്ധിമുട്ടല്ല എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും അത് പല കാര്യങ്ങളും ഇവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഈ പറഞ്ഞ ആൾക്കാരുടെ കൂടെ കളിച്ചവരും ഈ പറഞ്ഞ പേരുകളുടെ ധോണി ആയാലും ദ്രാവിഡ് ആയാലും കോഹ്ലി ആയാലും രോഹിത് ആയാലും ഇവർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒത്തിരി ആൾക്കാർ സ്റ്റിൽ ആ ടീമിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോയി വീണ്ടും കളിക്കേണ്ടി വരിക, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരെല്ലാവരും അറിയുക എന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ വാർത്ത ഇന്ത്യ ടുഡേയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സഞ്ജുവിൻ്റെ ഫാദർ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മണ്ടത്തരങ്ങൾ പറയാണ്ടിരിക്കുക. ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഉള്ള കാര്യങ്ങളാണെന്നുള്ളത്. പിന്നെ സഞ്ജുവിന് ചില അവസരങ്ങൾ എപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നു. സഞ്ജുവിന് അവസരങ്ങൾ കിട്ടാൻ കുറേ കാര്യങ്ങളുണ്ട്, അത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, അത് നമുക്ക് പിന്നീട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ കളിയിലേക്ക് വരാം. അപ്പോൾ രണ്ടാമത്തെ, സാധാരണ സഞ്ജുവിൻ്റെ ബ്രേക്ക് ത്രൂ ഇന്നിങ്സിന് ശേഷം ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചായിരുന്നു സഞ്ജു അടുത്ത കളിക്കും അതിൻ്റെ ആ കോൺഫിഡൻസ് കാണിക്കുന്നുള്ളൂ. സഞ്ജു കാണിച്ചു. 3 ബോളിൽ നിന്ന് വിക്കറ്റ് പോയി, പക്ഷേ എങ്കിൽ പോലും ആ കയറി അടിച്ച ആ ഒരു മാറി നിന്ന് ഫസ്റ്റ് ഓവറിൽ തന്നെ എടുത്ത ഒരു നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണ്. അതെന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ആ ഒരു കോൺഫിഡൻസ്, ആദ്യത്തെ കളി സെഞ്ചുറി അടിച്ചതിൻ്റെ കോൺഫിഡൻസ് ഫുള്ള് ആ ഒരു ബാറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ആ ബോളിലുള്ള ആ വിക്കറ്റ് എന്ന് പറയുന്നത്
സാധാരണ ഒരു ഫോമിലായ ഒരു ബാറ്റ്സ്മാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കോഹ്ലി ആ സമയത്ത് ഇപ്പോൾ ആരോ കമൻറ്റ് ചെയ്തു, നമ്മുടെ ഒരു ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോഹ്ലി വേൾഡ് കപ്പിൽ ഏതൊരു മാച്ചിൽ അങ്ങനെ ആ ഒരു സെയിം വിക്കറ്റിൽ പോയിട്ടുണ്ട്. ശരിയാണ്, അത് കോഹ്ലി അതേ ആ സെയിം വിക്കറ്റ് തന്നെ കോഹ്ലി ഫോമായി നിൽക്കുന്ന സമയത്തിൽ റിസ്റ്റിൽ ഫ്ലിക്ക് ചെയ്ത് സിക്സ് വിടാറുണ്ട്. അതായത് ആ സ്റ്റാൻസിൽ തന്നെ നിന്നുകൊണ്ട് ബാലൻസ് കറക്റ്റായിട്ട് ചെയ്തത് കോഹ്ലിയുടെ ഏറ്റവും നല്ല ഷോട്ടുകളിലൊന്നാണ്. അത് പക്കാ ബാലൻസിങ് ഷോട്ടുകളിൽ വരുന്ന ഒരു ഷോട്ടായിരുന്നു സഞ്ജുവിൻ്റെ ആ വിക്കറ്റും പോയത്. പക്ഷേ സഞ്ജു ആ ബോളിൽ റിസ്റ്റിൽ സിക്സ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ 107 അടിച്ച കളിയിൽ 107 വരുന്നു ആ കളിയിൽ സഞ്ജു ഇതേപോലെ റിസ്റ്റിൽ സിക്സ് അടിച്ച ഒരു ഷോട്ട് തന്നെയാണ് ഈ കളിയിൽ വിക്കറ്റും പോയിരിക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന സഞ്ജുവിൻ്റെ വിക്കറ്റ് ഡെക്ക്, ബാക്കി വരുന്ന അഭിഷേക് ശർമ്മ 4, എല്ലാവരും കണക്കായിരുന്നു. സൂര്യകുമാർ യാദവ് 4. സൂര്യകുമാർ യാദവ് ശരിക്കും പിള്ളേർക്ക് വിട്ടുകൊടുത്തിരിക്കേണ്ട ഗെയിം. ശരിക്കും അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെയൊന്നും കളിക്കേണ്ട ഒരാളല്ല. പുള്ളിയുടെ ബാക്കിയുള്ള ഗെയിംസ് ഈ ത്രൂ ഔട്ട് കളിച്ചതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പുള്ളി ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്ന പോലെയുണ്ട്. കാരണം പുള്ളിക്ക് പറ്റുന്ന ഒരു ഗെയിമാണ് ഈ 2020. പുള്ളി വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരെത്ര കളിച്ചാലും പുള്ളി കാണിക്കുന്ന ഒരു അപ്രമാദിത്യം ഈ 2020-ലുണ്ട്. അത് എല്ലാ ബോളേഴ്സിനെതിരെയും പുള്ളി ഒരു ഭയങ്കരമായ ഒരു കഴിവുണ്ട്. ആ ഒരു പുള്ളിയുടെ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ബാറ്റിംഗ് ശൈലി എന്ന് പറയുന്നത് പക്കാ 2020 ബാറ്റിംഗ് ശൈലി തന്നെയാണെന്ന് പറയാം. 2020 അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് വരുന്ന 10 ഓവർ കളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു ബാറ്റിംഗ് ശൈലിയാണ് പുള്ളി ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളി ഇപ്പോൾ നൈസായിട്ട് മാറി ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുവാണെന്ന് തോന്നുന്നത്. പുള്ളി വേണമെന്ന് വെച്ചൊന്നും കളിക്കുന്നില്ല. പുള്ളി ഇങ്ങനെ വന്ന് എന്തൊക്കെയോ ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തം കാണിക്കുന്നതല്ലാണ്ട് പണ്ടത്തെ പോലെ നമുക്കൊരാളെ കാണുമ്പോൾ അറിയാമല്ലോ, അയാളുടെ ഒരു എനർജറ്റിക് ഒരു എന്തൂസിയാസം അതൊന്നും ഇപ്പോൾ പുള്ളിക്ക് ഇല്ലയെന്ന് എനിക്ക് തോന്നണത്. ഓക്കെ, അങ്ങനെ പോകുന്നത് തിലക് വർമ്മ, രോഹിത് ശർമ്മ, അഭിഷേക് ശർമ്മ 39. ആദ്യമാണ് പിന്നെ ആവശ്യമുള്ള സമയത്തൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു പ്ലെയർ തന്നെയാണ് പുള്ളി. ആവശ്യമുള്ള സമയത്തൊക്കെ 45 ബോൾ 39 അടിച്ചു. അക്ഷർ പട്ടേൽ നമ്മുടെ താരം 21 ബോൾ 27. ആവശ്യമുള്ള സമയത്ത് പുള്ളിയും കളിക്കാറുള്ളതാണ്. നമ്മളതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അർഷദീപ് സിംഗ് പുള്ളിനെ 7. അപ്പം ഇന്ത്യ സ്റ്റിൽ 124-ന് 6 പോയിട്ടുള്ളൂ 20 ഓവറെ. അവർ 128-ന് 7 പോയായിരുന്നു 19 ഓവറെ. ഈ കളിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കേസില്ല. അവരുടെ ജാൻസൺ ആ ഒരു പ്ലെയറിനെ പറ്റി നമ്മൾ പറയേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത കളിയിലേക്ക് വരുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ അവർ ജയിച്ചിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക 1/3 വിക്കറ്റ്സ്, 6 ബോൾ ലെഫ്റ്റ്. ഓക്കെ, അടുത്ത കളി എന്തായാലും പറയേണ്ട ഒരു കളിയാണ്. നല്ലൊരു കളിയാണ്. പക്ഷേ നമ്മൾ ആ കളിയും വിചാരിച്ചു സഞ്ജു ഒന്ന് കളിക്കുമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ സഞ്ജുവിന് സ്റ്റിൽ ഫോം ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് കളിയുടെ ആ കോൺഫിഡൻസ് പുള്ളിക്ക് കിട്ടിയ. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സഞ്ജു അടുത്ത കളി കളിക്കുമെന്ന് നമ്മൾ പറയണതിൻ്റെ ഒരു കാര്യം. കളിക്കുമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. പറയാനുള്ള 1-2 കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും മുന്നിലേക്കുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ യുവരാജ് സിംഗ് 2020 വേൾഡ് കപ്പിൽ 6 സിക്സ് അടിക്കുന്ന ഒരു കളിയാണ്. 6 സിക്സ് അടിച്ച കളിയിലല്ല എനിക്ക് പുള്ളീനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 6 സിക്സ് ചിലപ്പോൾ ഒരു വൺ ടൈം വണ്ടർ പോലെയൊക്കെ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ ആ 6 സിക്സ് അടിച്ചപ്പോൾ പുള്ളി റിയലൈസ് ചെയ്ത പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് പവറുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക, ഈ രാമായണത്തിൽ ഹനുമാൻ്റെ ഒരു പ്രത്യേകത, ഹനുമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് പ്രത്യേകത ഉണ്ട്. പുള്ളിക്ക് ബോധ്യമാകണം പുള്ളിക്ക് ഇത്രയും കഴിവുണ്ടെന്നുള്ളത്. എങ്കിലേ പുള്ളി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ മരുത്വമലയൊക്കെ ചുമന്നിട്ടെന്ന് പറയുന്നത്. പുള്ളി വെറുതെ ഒരു ഇതിൽ ചെയ്തതല്ല. പുള്ളിനെ ഇങ്ങനെ പാടിപ്പോഴ്ത്തണം. താങ്കൾ ഇങ്ങനെ വലിയ സംഭവമാണെന്നൊക്കെ പാടിപ്പോഴ്ത്തി കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ യുവരാജ് സിംഗിൻ്റെ കേസ് പറയുമ്പോൾ യുവരാജ് സിംഗ് 6 സിക്സ് അടിച്ചു. അതിലല്ല എനിക്ക് പുള്ളിനെ ഇഷ്ടപ്പെട്ടത്. 6 സിക്സ് അടിച്ച പവറിൽ പുള്ളി അതിൻ്റെ അടുത്ത കളി റെസ്റ്റ് എടുത്തു. അതിൻ്റെ അടുത്ത കളിയായിരുന്നു സെമി. ഓസ്ട്രേലിയക്കെതിരെ 30 ബോൾ 70 അടിച്ചു. ആ അടിയെന്ന് പറഞ്ഞാൽ അത് ഓസ്ട്രേലിയക്കെതിരെ മൈറ്റി ഓസ്ട്രേലിയക്കെതിരെയാണ്. ആ ടീമിൽ മഗ്രാത്ത് ഒഴികെ ബാക്കി ആ 2007 വേൾഡ് കപ്പ് നേടിയ എല്ലാവന്മാരും ഉണ്ട്. അതാണെങ്കിൽ ഈ ചീറ്റപ്പുലികളെ പോലത്തെ ടീമുകളാണ് എല്ലാവന്മാരും. ഒരാളെപ്പോലും അവർക്കെതിരെ വാഴാൻ സമ്മതിക്കില്ല. ആ സ്ഥാനത്ത് യുവരാജ് എന്ത് ചെയ്തു? തലങ്ങും വിലങ്ങും. ഓസ്ട്രേലിയൻ കളിക്കാർ ഇതേപോലെ കിടന്ന് ഓടിയ ഒരു കളി ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് 436 അടിച്ച വൺ ഡേ മാച്ചിൽ ചിലപ്പോൾ കുറച്ച് ഓടിയിട്ടുണ്ടാവും. എങ്കിൽ പോലും ഇത്രയും ചെറിയ ഒരു സമയപരിധിക്കുള്ളിൽ ഓസ്ട്രേലിയൻ കളിക്കാർ ഇത്രയും ഓടി മടുത്തൊരു കളി ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ യുവരാജ് അവന്മാരായിട്ട് പറപ്പിക്കുമായിരുന്നു. ഗ്രൗണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും യുവരാജ് അടിച്ചു. യുവരാജിന് അതേപോലെ പവറുണ്ട്. അതിൽ തുടക്കം തന്നെ നമ്മൾ കണ്ടത് ആ ഫസ്റ്റ് ഫ്ലിക്ക്. പിന്നെ ആ കളിക്കൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ യുവരാജ് നിൽക്കണേക്കാളും കുറച്ചും കൂടി ഈ ബാറ്റിന് പവർ കൊടുത്താണ് നമ്മുടെ സ്റ്റമ്പിലെ ആ സൗണ്ട് ക്യാമറ ഉണ്ടല്ലോ,
ആ സൗണ്ടിൻ്റെ അത് ആ യുവരാജ് ബാറ്റ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ സ്റ്റിക്ക് ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. യുവരാജ് എത്ര പവർ കൊടുത്തിട്ടാണ് ആ ബാറ്റ് നിലത്ത് എന്താ പറഞ്ഞ ടച്ച് ചെയ്ത് വെക്കണം എന്നുള്ളത്. അതായത് പുള്ളിയുടേതായിട്ടുള്ള ഹാൻഡ് പവറിൻ്റെ കുറച്ചും കൂടി മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഫ്ലിക്ക് ആ ഇവനെ അവൻ്റെ പേരിനാണ് ബ്രെഡ്ലീൻ എടുക്കുന്ന 6 119 മീറ്ററാണ് നമ്മുടെ സ്ക്വയർ ലെഗിലും തേർഡ് മാനിലും കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പിലാണ് പോയത്. അതെന്ത് 6 ആയിരുന്നു. ഉമ്മയിച്ചിരിക്കണ 6. അപ്പോൾ അവിടെ തുടങ്ങി കാര്യങ്ങൾ അങ്ങോട്ട് മാറി. പിന്നെ ഓടിച്ചിട്ടടിയായിരുന്നു. അടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പടത്തിൽ പറഞ്ഞ പോലെ ഏത് പടത്തില അങ്കമാലി ഡയറീസിലെ പോലത്തെ അടിയായിരുന്നു. ഓടിച്ചിട്ടുള്ള അടി തന്നെയായിരുന്നു, ഒരു സംശയമില്ലാത്ത അടിയായിരുന്നത്. അപ്പോൾ അതോടെ അവർക്ക് മനസ്സിലായി അവരത്ര ഓടിയും അടുത്തൊരു കളി വേറെ ഉണ്ടായില്ല ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ. ഓക്കെ, ആ ഒരു സ്കോറാണ് ഇന്ത്യനെ ജയിപ്പിച്ചത്. ആ ഒരു സ്കോർ ഇല്ലെങ്കിൽ യുവരാജിന് അങ്ങനെ ഒരു റിയലൈസേഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും ജയിക്കില്ല. അപ്പോൾ യുവരാജ് സിംഗ് 6 6 അടിച്ചത് ഓക്കെ, 6 6 വെറുതെ അടിച്ചൊന്നുമല്ല. പുള്ളിക്ക് എല്ലാ സൈഡിലേക്കുള്ള ആക്സസ് ഉണ്ടായിരുന്നു. പുള്ളി അത് ഏറ്റവും ഈസിയായിട്ട് ആ ആക്സസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മെയിൻ ഏരിയകളിൽ ഒന്നെന്ന് പറയുന്നത് പുള്ളിയുടെ ലെഗ് സ്റ്റംപ് തന്നെയാണ്. പുള്ളി ഫ്ലിക്ക് ചെയ്തതും പുള്ളി ആ സീപ്പ് ആയിട്ട് എടുക്കുന്ന ഷോട്ടുകളൊക്കെ എന്ന് പറയുന്നത് ബാക്ക് ഫുട്ടിൽ ഇരുന്നുകൊണ്ട് എടുക്കുന്ന 6 ഒക്കെ എന്ന് പറയുന്നത് പുള്ളിയുടെ മെയിൻ ഏരിയകൾ തന്നെയാണ്. പക്ഷേ ആ ഫാസ്റ്റ് ബോളറായിരുന്നു നമ്മുടെ സ്റ്റുവർട്ട് ബ്രോഡ്. പുള്ളി ഒരു ബോളർ ആ സമയത്ത് എന്തൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കാം അതൊക്കെ മൂപ്പനും എല്ലായിടത്തും ഉപയോഗിച്ചു. പുള്ളി ഓഫ് ടെമ്പിൽ എറിഞ്ഞു, ഓഫ് ടെമ്പിൽ ഫുൾ ടോസ് എറിഞ്ഞു നോക്കി, ലെഗ് സ്റ്റംപിൽ എറിഞ്ഞു. ബാക്കി മൂന്ന് 6ഉം ഫുൾ ലെഗ് സ്റ്റംപിൽ തന്നെയാണ് പോയത്. പക്ഷേ ആ ഓഫ് ടെമ്പിൽ എറിഞ്ഞ ആ ഒരു ഫുൾ ടോസ് അത് അങ്ങനെ ആർക്കും അങ്ങനെ 6 അടിക്കാൻ പറ്റിയില്ല. പക്ഷേ അത് യുവരാജ് ബാക്ക് ഹാൻഡ് നന്നായിട്ട് ഉപയോഗിച്ച് റിലാക്സ് ചെയ്ത് നല്ലൊരു ഫ്ലിക്കാണ് ആ സ്ക്വയർ ഓഫിലേക്ക് അങ്ങോട്ട് പോയത്. അപ്പോൾ സ്ക്വയർ കട്ട് ഷോട്ട് തന്നെയായിരുന്നത്. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഒരു ആക്സസ് പുള്ളിക്ക് ഉള്ളത് കൊണ്ടാണ് പുള്ളി അതിൽ കളിച്ചത്. നമ്മുടെ റിങ്കു സിംഗിന് ഇപ്പോൾ അതേപോലെ ഒരു ആക്സസ് ഉള്ള ബാറ്റ്സ്മാനാണ്. അതുകൊണ്ടാണ് നമ്മൾ റിങ്കു സിംഗിനെ നല്ല രീതിയിൽ പറയാറുള്ളത്. അങ്ങനെ ഒരു ആക്സസ് കാര്യം പുള്ളി IPL ഒരു മീഡിയം പേസറെയാണ് പുള്ളി 5 6 അടിച്ചത്. അത് നിസ്സാര കാര്യമൊന്നുമല്ല. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അടിക്കാനുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. വെറുതെ ഈ പഴം വിഴുങ്ങിയ പോലെ ഒന്നും അടിക്കണമെന്നും അല്ലത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ 2020 ഇന്ത്യ 219 6, സൗത്ത് ആഫ്രിക്ക 208 7. ഈ കളിനെ പറ്റി കുറച്ച് നമുക്ക് പറയാനുണ്ട്. അതിൽ പറയാനുള്ള 1-2 കാര്യങ്ങൾ. സാംസൺ ഡെക്ക് ആ കളിയും ഡെക്ക് തന്നെയാണ് പോയത്. ആ കളി എന്ന് പറഞ്ഞാൽ ആ ബോൾ ഭയങ്കര ടഫായിട്ടുള്ള ബോൾ തന്നെയാണ്. ആ ബോളിനെ മറികടക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സഞ്ജു പോലും കണ്ടില്ല ആ ബോൾ എങ്ങനെ കയറിപ്പോയി എന്നുള്ളത്. അത് നല്ലൊരു ബോൾ തന്നെയായിരുന്നു, അത് അടിപൊളി ബോൾ. അത് 2 ബോളിലാണ് പോയത്. അഭിഷേക് ശർമ്മ അവിടെ 50 അടിച്ച് 25 ബോളെ 5 6 അടിച്ചത്. തിലക് വർമ്മ 107, 56 ബോൾ 107, 7 6 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇന്നിങ്സ് ഈ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഇങ്ങനെ ഒരു ഫസ്റ്റ് വിക്കറ്റ് പോയി നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ സഞ്ജു ആണ് അവരുടെ മെയിൻ വിക്കറ്റിൽ. ഇപ്പോൾ അടുത്ത കാലത്ത് അവർക്കെതിരെ ഏറ്റവും കൂടുതൽ ഫോം ആയിരിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ സഞ്ജുവാണ്. വൺഡേലായാലും അത് 2020 ആയാലും സഞ്ജുവാണ് അവർക്കെതിരെ കളിച്ചിരിക്കുന്നത്. ബാക്കി അവരാരും അങ്ങനെ വലിയ രീതിയിൽ ഇന്നിങ്സ് പറയത്തക്കതായിട്ടില്ല. അപ്പോൾ സഞ്ജുവിൻ്റെ വിക്കറ്റ് പോയപ്പോൾ തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടിയാണ് കത്തി കയറിയത്. അത് വലിയ സംഭവം തന്നെയാണ്. ഇവർ അടിച്ചിരിക്കുന്ന ആ ഫസ്റ്റ് വന്നിരിക്കുന്ന ആ ഓവറുകളിൽ ഇവർ അടിച്ചിരിക്കുന്ന ഷോട്ടുകളെല്ലാം ഇൻസൈഡ് ഔട്ടും ഓഫ് ടെമ്പ് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന ഷോട്ടും എല്ലാ ഷോട്ടുകളും അത് തന്നെ, ഡ്രൈവുകളൊക്കെ അവിടെ തന്നെ അടിച്ചിരിക്കുന്നത്. ഇവർക്ക് അടിക്കാനുള്ള സാഹചര്യം, അതായത് ദേഹത്തേക്ക് വന്ന ബോൾ പോലും ഇവരെന്ത് ചെയ്തു, ഇവർ കുറച്ചൊക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി ഓഫ് ടെമ്പിൽ തന്നെ കളിച്ചു. ഇവർ ക്രോസ് ബാറ്റ് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു വിക്കറ്റ് പോകുമെന്ന് പേടിച്ചിട്ടാണ് അതറിയില്ല. ക്രോസ് ബാറ്റ് ആദ്യത്തെ കുറച്ച് നേരം ഇവർ ചെയ്തിട്ടില്ല. പക്ഷെ അടിച്ചിരിക്കുന്ന ഇൻസൈഡ് ഔട്ട് 6 ഒക്കെ ഭയങ്കര രസകരമായിട്ട് തോന്നി. അതായത് ജസ്റ്റ് ബാറ്റെടുത്ത് വീശാൻ പോലും സമയമില്ലാത്ത ഷോട്ടുകൾ പോലും അവരത് അഡ്ജസ്റ്റ് ചെയ്ത് 6 അടിച്ചെന്ന് പറയുന്നത് വലിയ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ആ ഓഫ് ടെമ്പ് ഷോട്ടുകൾ പഠിക്കണം. ഓഫ് ടെമ്പ് ഷോട്ടുകളാണ് കളിയുടെ ഏറ്റവും നല്ലൊരു അടിപൊളി എന്ന് പറയുന്നത്. അപ്പോൾ അഭിഷേക് ശർമ്മ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അഭിഷേക് ശർമ്മ കേട്ടോ, വെറുതെ ആകാശ് ശർമ്മ എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കരുത്. അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ആകാശ് ശർമ്മ, രോഹിത് ശർമ്മ, മാങ്ങാത്തൊലി, ഇവിടെ ഒരു ആൽഫി, അവിടെ ഒരു ആൽഫി, അപ്പുകുട്ടൻ ആൽഫി, എല്ലാം കൂടെ എത്ര എണ്ണണ്ടടാ? ഒത്തിരി ഷോട്ടുകൾ. അപ്പം ഈ ഫസ്റ്റ് കുറച്ച് നേരത്തേക്ക് ഇവർ ഓഫ് ടെമ്പിൽ തന്നെയാണ് ഇവരുടെ കളി പോയിരിക്കുന്നത്. പക്ഷേ കുറച്ച് ആ 50ക്ക് ശേഷം നമ്മുടെ ഇവൻ്റെ പേരിനാണ് തിലക് വർമ്മ ലെഗ് സ്റ്റമ്പിലേക്ക് കുറച്ച് ഷോട്ട് എടുത്ത്. സീപ്പ് ഷോട്ടൊക്കെ പുള്ളിയുടെ മെയിൻ ഏരിയയാണ്. പുള്ളി ഫ്ലിക്ക് എടുക്കുന്നുണ്ട്, സീപ്പ് ഷോട്ട് എടുക്കുന്നുണ്ട്, ഫുൾ ഷോട്ട് എടുക്കുന്നുണ്ട്, ഹുക്ക് ഷോട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാ എടുക്കാത്തതെന്ന് എനിക്കറിയില്ല. പോരാതെ തന്നെ സ്ട്രൈറ്റും ലോഫ്റ്റ് ഷോട്ടുകൾ എല്ലാം അടിക്കുന്നുണ്ട്. എല്ലാം അടിപൊളി തന്നെയായിരുന്നു. ഓഫ് ടെമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. എല്ലാ സൈഡിലേക്കും ഭയങ്കര ആക്സസാണ്. ഈ ഇന്നിങ്സ് പുള്ളി കളിച്ചത് സൂര്യകുമാർ യാദവിൻ്റെ ഒരു കോട്ട് വന്നിട്ടുണ്ട്. ഞാൻ മൂന്നാമത് കയറിക്കോട്ടെ ചേട്ടാ, താനൊന്നും വെറുതെ കയറി കളിക്കുന്നില്ലല്ലോ, താനൊക്കെ പണ്ടത്തെ പ്രതാപത്തിൽ ഇപ്പോഴും കളിക്കുമല്ലേ, ഇവന് കളിക്കുന്ന എനിക്കൊക്കെ അവസരം തന്നുകൂടാ തെണ്ടി എന്നുള്ള രീതിയിലായിരിക്കണം ചോദിച്ചത്. കാര്യം സാധാരണ അത്യാവശ്യം ഒരാൾ നന്നായിട്ട് കളിക്കുമ്പോൾ വേറൊരാൾ കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
അവന് അവസരം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഇത് ഇവർ കൊടുക്കാത്തതുകൊണ്ടായിരിക്കണം പുള്ളി ചോദിച്ചത്, ഞാൻ കയറി കളിച്ചോട്ടെ ചേട്ടാ, മനസ്സിൽ പറയുന്നുണ്ട്, എടാ തെണ്ടി മാറി നിൽക്കുക, ഞാൻ കയറി കളിക്കാം, നീ ഫോമിലും അല്ല, നിനക്ക് വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഞാൻ കയറി കളിക്കാടാ എന്ന് പറഞ്ഞിട്ടായിരിക്കും കയറിയത്. പക്ഷേ പുള്ളി കയറി അടിച്ച സെഞ്ചുറിയാണിത്. അതുകൊണ്ട് കുറച്ചും കൂടി പവർഫുള്ളാണ്. പറഞ്ഞ് അടിച്ചത് സെഞ്ചുറിയാണ്. അതായത് ഞാൻ കയറി കളിക്കാം എന്നുള്ള, അങ്ങനെ കുറേ കളിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ കയറി പറഞ്ഞ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിച്ച ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ധോണിയുടെ 2011 വേൾഡ് കപ്പ് ഫൈനലിലെ ആ ഒരു കളി, 75 ബോളെ 91 അടിച്ച ആ ഒരു കളി എന്ന് പറയുന്നത്, ഗാരി ഐ വിൽ ഗോ, ഇറ്റ് ഈസ് മുരളീധരനാണ് അറിയാൻ പോണത്, ഞാൻ പോയി കളിക്കാം, അങ്ങനെയാണ്, ഇതാണ് എൻ്റെ മീനിങ്. പക്ഷേ ഇതൊന്നും ഈ വാക്കുകളൊന്നും അല്ല പറഞ്ഞത്. ഓക്കെ, അത് അതിൻ്റെ വേറൊരു തലത്തിലുള്ള ഒരു അവർ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ കോഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കണം ഒരു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കയറി അടിക്കണ ഒത്തിരി കളികളുണ്ട്. ഞാൻ ഇറങ്ങാം എന്ന് പറയുന്ന കളികളുണ്ട്. അപ്പോൾ അതേപോലെ പുള്ളി കയറി കളിച്ചാണ്. കാരണം നമ്മൾ തിലക് വർമ്മയുടെ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നല്ല ഗ്രിപ്പാണ്, നല്ല പ്രായത്തിനേക്കാൾ വലിയൊരു മെച്യൂരിറ്റി ഉണ്ട്, വരും കാലങ്ങളിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനാകാൻ സാധ്യതയുള്ളൊരു കളിക്കാരനാണ്. കാര്യം 22 വയസ്സുള്ള ആ ചെക്കന്. അതിൻ്റെ ഗ്രിപ്പ് ഞാനിപ്പോൾ ഭയങ്കര ഗ്രിപ്പാണ്. ബാറ്റിലുള്ള ഗ്രിപ്പ് എന്ന് പറയുന്നത് എല്ലാ സൈഡിലേക്കുള്ള പൊസിഷൻ കീപ്പ് ചെയ്യൽ പക്കാ കാൽക്കുലേറ്റഡ് ആയിട്ട് കളിക്കണേ. ഫുഡ് വർക്ക്, നല്ല ഫുഡ് വർക്കാണ്, നല്ല ബാലൻസിങ് ആണ്, നല്ല ഫിറ്റ് ബോഡിയാണ്. എന്താണ് പിന്നെ വേണ്ടത്? നല്ല മെച്യൂരിറ്റി ഉണ്ട്. ഇതിൽ കൂടുതലൊന്നും അവന് ഇപ്പം ഈ പ്രായത്തിലൊന്നും നമ്മൾ പറയാനില്ല. സൂര്യകുമാർ യാദവ് അവിടെയും എനിക്ക് പിന്നെ അവന് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങിയാൽ പോരായിരുന്നു. എന്തിനാണ് അവിടെ കയറുന്നത്? ഞാൻ ഔട്ടായിട്ട് ശേഷം ഞാൻ ചത്തതിന് ശേഷം ബാക്കിയുള്ളവർ എൻ്റെ ഇതെടുത്താൽ മതി, സമമഞ്ചിലെടുത്താൽ മതി എന്നുള്ളതാണ്. ഹാർദിക് പാണ്ഡ്യ 18, പുള്ളി പിന്നെ കുഴപ്പമില്ലാണ്ട് 16 ബോളെന്നാണ് കളിച്ചത്. റിങ്കു സിംഗ് 8, റിങ്കു സിംഗിന് കാര്യമായിട്ടൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല. ഈ റിങ്കു സിംഗിനെ കുറച്ചും കൂടി മേലേക്ക് കയറ്റി വിടണം. കാര്യം അവന് ബോളർക്ക് മേലെ നല്ല രീതിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിവുള്ളൊരു ബാറ്റ്സ്മാൻ. എനിക്ക് തോന്നുന്നു ഈ തിലക് വർമ്മയും മറ്റവന്മാരൊക്കെ കയറി കളിക്കുമ്പോൾ റിങ്കു സിംഗിന് ശരിക്കും കുരു പൊട്ടുന്നുണ്ടാവും. കാര്യം ഇവരുടെ അത്രയും അല്ലെങ്കിൽ ഇവരെക്കാളും മേലെ സ്കില്ലുള്ള ഒരു കളിക്കാരനാണ് ഈ റിങ്കു സിംഗ്. പക്ഷേ അവന് അവസരം കിട്ടുന്നില്ല. അവനൊരു ഒരു ഫിനിഷറായിട്ട് അവിടെ നിർത്തുന്നതുകൊണ്ട് അവന് അവസരം കിട്ടുന്നില്ല. പക്ഷേ അവന് അവസരം കൊടുക്കണം. സൂര്യകുമാർക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് അവന് അവസരം കൊടുക്കും, അവൻ കളിച്ചോളും. വേറൊരാളെ ആ സ്ഥാനത്തേക്ക് ഫിനിഷറായിട്ട് കൊണ്ടുപോകാം. സൂര്യകുമാർ ഫിനിഷറാകുന്നു, അതല്ലേ നല്ലത്. പിന്നെ രാമനാഥനാണ്, ഞാൻ എൻ്റെ പേര് ശരിക്കും ഓർക്കുന്നില്ല, പുള്ളിക്ക് ക്യാപ്പ് കൊടുത്ത്, പുള്ളി പുതിയ നമ്മുടെ താരമാണ്, ഓൾറൗണ്ടറാണ് തോന്നുന്നു. പുള്ളിക്ക് ക്യാപ്പ് കൊടുത്ത് ഇറക്കിയത് നമ്മുടെ ക്യാപ്പിംഗ് സെറമണിയൊക്കെ നടത്തിയത് ഹാർദിക് പാണ്ഡ്യനെ വെച്ചിട്ടാണ്. ഹാർദിക് പാണ്ഡ്യനെ വെച്ചിട്ട് ചെയ്യാൻ കാര്യം, ഹാർദിക് പാണ്ഡ്യ ഇതിനകത്ത് എന്താണ് സംഭവം, സീനിയർ പ്ലെയർ ആയതുകൊണ്ടാണോ? സീനിയർ ആയിരിക്കണം, ഈ ഗ്രൂപ്പിലെ സീനിയർ ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ വൈസ് ക്യാപ്റ്റനൊന്നും അല്ലല്ലോ അല്ലേ. അഷ്കർ പട്ടേലിനെ വീണ്ടും താഴേക്ക് ഇറക്കി. അഷ്കർ പട്ടേലിനെ ഏത് സാഹചര്യത്തിലും മാറ്റി മറിച്ചൊക്കെ ഇടുന്ന ഒരു താരമാണ്. ഒരു റണ്ണേ എടുത്തുള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് അവരുടെ കാര്യമൊന്നും പറയാനില്ല. സൗത്ത് ആഫ്രിക്കനകത്ത് പറയേണ്ട ഇന്നിങ്സ് എന്ന് പറയുന്നത് കുഴപ്പമില്ലാണ്ട് മർക്രാം യെസ് ക്യാപ്റ്റൻ. സൗത്ത് ആഫ്രിക്കൻ ടീം വേൾഡ് കപ്പ് ആയപ്പോഴുണ്ട്, ഇന്ത്യ വേൾഡ് കപ്പിലാണ് അവരൊന്ന് കയറി വന്നത് തന്നെ. അവർക്ക് വലിയ കളിയോ കാര്യങ്ങളോ അവർ തേങ്ങയും ഇല്ലായിരുന്നു. ആ ടീമിൻ്റെ ഒരു ഒത്തൊരുമയില്ല ശരിക്കും. അത് നമുക്കതിനെ ബാക്കി ഇന്നത്തെയും കൂടി ലാസ്റ്റ് 4ാമത്തെ 2020 കൂടി കണ്ടതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു ടീം ഇങ്ങനെ കളിക്കുന്നു, അവരുടെ നമ്മുടെ കുണ്ടൻ ഡീകോക്ക് ഇല്ലാത്തതിൻ്റെ ഒരു ക്ഷീണം കാണാനുണ്ട്. നല്ല ടീമൊക്കെയാണ്, പക്ഷെ ഒരു ഒത്തൊരുമയോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലത്. ആ ടീമൊക്കെ ഏതെങ്കിലും ഏഷ്യൻ രാജ്യത്തൊക്കെ ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. നല്ല രീതിയിൽ കയറി പോകേണ്ട ടീമാണ്. മില്ലർ ഒരു നല്ല കളിക്കാരൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അവരുടെ പഴയ പ്രതാപകാലത്തിൽ നിന്ന് വന്ന് കാലീസ് ഗിബ്സ് ഒക്കെ അതിന് ശേഷം ഡിവിലിയേഴ്സ് അതിന് ശേഷം ആ ടീമിന് എല്ലാ ഫോർമാറ്റിലും നല്ല ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആ ടീം എന്ന് പറയുന്നത് ശരിക്കും മില്ലറാണെന്ന് പറയാം. അങ്ങനത്തെ ഒരു എല്ലാ ഏരിയയിലും സിൻസിയറായിട്ട് നിൽക്കുന്ന, സ്റ്റിൽ യങ് ആയിട്ട് തോന്നിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കളിക്കാരനാണ്. ഈ പറഞ്ഞ പോലെ ഡിവിലിയേഴ്സൊക്കെ ചെയ്ത ആ ഒരു സർവീസ് തന്നെ അവരൊക്കെ ചെയ്ത ശരിക്കും മിസ് ചെയ്യുന്നു സൗത്ത് ആഫ്രിക്കൻ ടീമിനെ. എങ്ങനെ പോയിക്കൊണ്ടിരുന്ന ടീമാണ്, ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നാലും. പക്ഷെ ഇപ്പോൾ കയറി വന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലാസൻ യെസ്, പുള്ളിനെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യം. പുള്ളി മൈക്ക് ഹസിക്ക് ശേഷം ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു ക്ലീൻ ഹിറ്റിങ്ങിൻ്റെ ആശാനാണ് ഈ പുള്ളി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേൾഡ് കപ്പിലൊക്കെ പുള്ളിയായിട്ട് 70, 90, 80 ബോളെന്നൊക്കെ 140, 150 അടിക്കുന്നത്. പുള്ളി ബാറ്റ് ഹോൾഡ് ചെയ്യുന്ന പ്രത്യേക രീതിക്കാണ്. പുള്ളിയുടെ ബാറ്റിംഗ് പൊസിഷൻ പോലും പുള്ളി സാധാരണ ഒരു ക്രിക്കറ്റിൻ്റെതായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഒരു ബേസ് പൊസിഷൻ, ആ ഒരു സ്റ്റാൻസ് അല്ല പുള്ളി കീപ്പ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് സ്റ്റിൽ അതാണ് പുള്ളിയുടെ കഴിവ്, അങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് സ്കില്ലാണ് വരുന്നത്. ആ സ്റ്റാൻസിൽ നിന്നുകൊണ്ട് പുള്ളി കളിക്കുന്ന രീതികളെന്ന് പറയുന്നത് റിസ്ക്കാണ്. ആ ബാറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബോളർക്ക് വേണമെങ്കിൽ ആ വിക്കറ്റ് കിട്ടാം, പക്ഷേ ആ ബോൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ പുള്ളിക്ക് അടിക്കാനുള്ള സ്കില്ല് പുള്ളി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബോളർക്ക് ഒരേ സമയം ചാൻസ് കൊടുക്കുന്ന പോലെ തന്നെ ആ ബോളർക്ക് പണി കിട്ടാനുള്ള ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ശൈലിയും കൂടിയുള്ള ഒരാളാണ് ഈ പുള്ളി.
പുള്ളി അടിക്കുന്ന ഷോട്ടുകളൊക്കെ നമ്മളിപ്പോൾ ഇതിൽ ഈ സ്ക്വയർ കട്ട് കണ്ടു കഴിഞ്ഞാൽ ആ സ്ക്വയർ കട്ടിലേക്ക് പുള്ളി സിക്സ് അടിക്കും. അതായത് അങ്ങനെയാണ് പുള്ളി ആ ഫേസിങ്ങനെ ബാറ്റിൻ്റെ ഫേസിങ്ങനെ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ ഒരു വെർട്ടിക്കൽ ടൈപ്പിലാണ് പുള്ളി അത് പിടിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങോട്ട് സിക്സ് ഒക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. എല്ലാം ഒരു കട്ട് ഷോട്ടാണ്. അത് തന്നെ കറക്റ്റായിട്ട് ആ പുള്ളിയുടെ ഷോട്ടുകളെല്ലാം ആ ബോളിൽ കറക്റ്റായിട്ട് കണക്റ്റ് ആവും. അങ്ങനത്തെ ടൈപ്പ് ഒരു ബാറ്റിംഗ് ഹോൾഡിംഗ് ആണ് പുള്ളിയുടെ കയ്യിലുള്ളത്. അപ്പോൾ ഒരു പരിധി വിട്ട് ഇപ്പം ഡ്രൈവ് ഷോട്ടുകളൊന്നും പുള്ളിയുടെ നിന്ന് ഇപ്പോൾ ഓൺ ഡ്രൈവ് ഒന്നും ഒരിക്കലും പുള്ളിയുടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അല്ലെങ്കിൽ നമ്മുടെ ഈ എക്സ്ട്രാ കവറോ അങ്ങനെയുള്ള ഡ്രൈവ് ഷോട്ടുകളോ ഒന്നും പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ പുള്ളി കട്ട് ഷോട്ടിൻ്റെ ആശാനാണ്. അങ്ങനെയാണ് പുള്ളിയുടെ ബാറ്റിംഗ് ഹോൾ. അതാണ് പുള്ളി ഒരു ക്ലീൻ ഹിറ്ററായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷേ ഭയങ്കര ക്ലീൻ ഹിറ്ററാണ് പുള്ളി. നിസാര കാലഘട്ടം കൊണ്ട് ഇത്രയും പേരെടുക്കുക, അല്ലെങ്കിൽ ഇന്നലെ വന്ന് ആ സമയത്ത് ഇറങ്ങിയിട്ട് 22 ബോളിൽ 40 അടിക്കുക, 4 സിക്സ് അടിക്കുക, നല്ല രീതിയിലുള്ള നല്ല രസമുള്ള കളിയാണ്. പുള്ളിയൊക്കെ വന്നപ്പോഴാണ് ആ ടീമൊന്ന് സ്കോറൊക്കെ ഒന്ന് ഉയർന്നു വന്നത്. മില്ലറിൻ്റെ കേസ് പറയും. മില്ലർ അടിച്ച് തുടങ്ങിയ സമയത്ത് നല്ലൊരു ക്യാച്ചാണ് നമ്മുടെ അസ്കർ പട്ടേൽ ബൗണ്ടറി ലൈനിൽ നിന്ന് എടുത്തത്. ശരിക്കും അത് സിക്സ് ആണെന്ന് വിചാരിച്ചൊരു ക്യാച്ചായി പോയി. അതേ സെയിം ക്യാച്ച് പുള്ളി അസ്കർ പട്ടേൽ വേൾഡ് കപ്പിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തന്നെ അന്ന് പുള്ളി എടുക്കുന്നത് ലെഗിൽ, സ്ക്വയർ ലെഗിൽ നിന്നിട്ട് എടുക്കുന്ന ഒരു ക്യാച്ചാണ്. നല്ല ക്യാച്ചായിരുന്നു. ആ ക്യാച്ച് ശരിക്കും കളിയുടെ ടേണിംഗ് പോയിന്റ് ആണ്. അത് ആരുടെ ക്യാച്ചായിരുന്നു ഞാൻ മറന്നുപോയത്. നല്ലൊരു ക്യാച്ചായിരുന്നു അത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരാളാണ് എം ജാൻസൺ. ഞാനിപ്പോഴുള്ള കളി അത് ശരിക്കും കണ്ടിട്ടില്ല, പക്ഷേ പുള്ളി ഒരു ബോളറും കൂടിയാണെന്ന് മനസ്സിലായി. പുള്ളി 17 ബോൾ 54 റൺസ് അടിച്ചു, 5 സിക്സ് അടിച്ചു. പുള്ളി അടിച്ച സിക്സുകളുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിക്സ് ആയിരുന്നു. എല്ലാം ഭയങ്കര രസകരമായിരുന്നു. ഒരു ക്ലീൻ ഹിറ്റർ ഷോട്ടുകൾ തന്നെയാണ് പുള്ളി പ്രിഫർ ചെയ്യണമെങ്കിൽ പോലും പുള്ളിയുടെ ഷോട്ടുകൾ കഴിഞ്ഞിട്ടുള്ള സ്റ്റാൻസ്, ആ ഷോട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ആ പുള്ളിയുടെ സ്റ്റാൻസിൽ ആ ഷോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള എടുത്ത ഷോട്ടുകളാണ്. നല്ല ഹാൻഡ് പവർ തന്നെയുണ്ട്. ശരിക്കും ഒരു 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 സായിപ്പിൻ്റെതായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ഒരു റോബോട്ടിക് ആ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ളൊരു വ്യക്തിയാണ്. അതിൻ്റെതായ പവറും ഉണ്ട്, അതിൻ്റെതായ കളിയുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു എൻഹാൻസ്മെൻറ്റും ചില സമയങ്ങളിൽ പുള്ളി കാണിച്ചു. പക്ഷെ നല്ല കളിക്കാരനായിരുന്നു. നല്ല, ഞാൻ വിചാരിച്ചു ജയിച്ചില്ലെങ്കിൽ പോലും അവർ കുറച്ചും കൂടി അടുത്തെത്തുമെന്ന് വിചാരിച്ചു, ആ വിക്കറ്റ് പോയില്ലെങ്കിൽ. പക്ഷേ ആ വിക്കറ്റ് പോയി. നല്ല സിക്സറുകൾ അടിച്ചത്. ഒന്നാമത് എക്സ്ട്രാ കവറിലേക്ക് എടുക്കുന്ന സിക്സൊക്കെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്ത് സിക്സാണ് പുള്ളി എടുത്തത്? അത് സിക്സ് ആണെന്ന് പോലും നമുക്ക് തോന്നാത്ത രീതിയിൽ. പിന്നെ ഫ്ലാറ്റ് സിക്സ് ഒക്കെ എടുത്തു, കുറച്ച് എക്സ്റ്റംബിലും എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എടുത്തതിന് ശേഷമുള്ള പുള്ളിയുടെ സ്റ്റാൻസ് ഭയങ്കര രസകരമായ സ്റ്റാൻസ് ആയിരുന്നു, ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തെ കളിയിൽ വരുന്ന കാര്യം. പിന്നെ മൂന്നാമത്തെ കളിയിൽ വരുന്ന കാര്യം. പിന്നെ നാലാമത്തെ കളി, ഇന്ന് നടന്ന കളീനെ പറ്റി നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്ത്യ 283 ഒരു വിക്കറ്റേ പോയിട്ടുള്ളൂ. ഈ ഒരു വിക്കറ്റ് 283 2020 പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഒത്തിരി ചാൻസുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരിക്കലും വരില്ല. കാര്യം ഈ ചാൻസുകൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈസി ചാൻസ് ഒന്നും ആയിരിക്കില്ല. ഒരു സൈഡിൽ അറിഞ്ഞ് അടിക്കാൻ വേണ്ടി കുറച്ച് ടീമുകൾ നിൽക്കുന്നത്. അപ്പോൾ കളി ഫാസ്റ്റായി തുടങ്ങി. ഫീൽഡർമാർക്കും ആ ഫാസ്റ്റ്നെസ്, അല്ലെങ്കിൽ ആ ഫാസ്റ്റായിട്ട് വരുന്ന ബോളുകൾ നമുക്ക് കിട്ടിയില്ല. നമുക്ക് അത്രയും നമുക്ക് ഫോക്കസ്ഡ് ആയിരിക്കണമെന്നില്ല, സമയം കിട്ടിയില്ല. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ബോൾ വരുന്നത് നമ്മുടെ ഗ്രിപ്പിൽ നിൽക്കണമെന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ സേവാഗ് അടി തുടങ്ങിക്കഴിഞ്ഞാൽ സേവാഗ് അറിഞ്ഞ് അടിക്കാൻ തുടങ്ങുമ്പോൾ പുള്ളിക്ക് കുറേ ചാൻസ് കിട്ടാറുണ്ട്. അങ്ങനെയാണ് പുള്ളി 50 ബോൾ സെഞ്ചുറിയും അല്ലെങ്കിൽ ഡബിൾ സെഞ്ചുറിയൊക്കെ അടിച്ചാൽ കളി നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സേവാഗ് അത്രയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചാൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈസി ചാൻസ് അല്ല. സേവാഗിൻ്റെ കളി സ്പീഡാണ്, അതേപോലെ ആയിരിക്കും ക്യാച്ചുകൾ വരുന്നത്, ഭയങ്കര സ്പീഡാണ്. അപ്പോൾ അത്രയും ഫീൽഡറായിട്ടുള്ള ആൾക്കാർക്ക് പോലും ആ ബോൾ ജഡ്ജ് ചെയ്യാനോ ക്യാച്ച് കീപ്പ് ചെയ്യാനോ ഒന്നും പറ്റണമെന്നില്ല. അപ്പോൾ ആ സ്പീഡ് കളി വരുമ്പോൾ എന്തായാലും മിസ് ഫീൽഡൊക്കെ ഒത്തിരി വരും. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ത്യ 281 അടിച്ച് 283 എന്ന് പറയുമ്പോൾ ഒത്തിരി ചാൻസ് അവരുടെ പോയിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ഓവറിൽ തന്നെയൊക്കെ ചാൻസുകൾ വരുന്നുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ചാൻസ് കളയുന്നുണ്ടായിരുന്നു. സഞ്ജു ഫസ്റ്റ് ബോൾ വൈഡായിരുന്നു. അത് സഞ്ജുവിന് ആശ്വാസം കൊടുത്തെന്ന് എനിക്ക് തോന്നിയത്. കാര്യം കഴിഞ്ഞ 2 കളിയിലും വിക്കറ്റ് എടുത്ത ആ ബോളർ തന്നെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെതായ ഒരു മാനസിക സമ്മർദ്ദം സഞ്ജുവിനുണ്ടാകണം. ആ ഫസ്റ്റ് ബോൾ വൈഡറിഞ്ഞ അപ്പോൾ സഞ്ജുവിൻ്റെ ആശ്വാസം കിട്ടി. പിന്നെ ആ ഓവറിൽ തന്നെ ഒരു സ്ലിപ്പിൽ ഒരു എഡ്ജ് കയറിപ്പോയി, ഡിഫെൻഡ് ചെയ്തൊരു ബോളിൽ എഡ്ജ് കയറിപ്പോയി. നല്ല ബോളാണ്. അവൻ്റെ ബോൾ വരുന്നതൊക്കെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ് ടെമ്പിൽ ഇൻസിങ് ഔട്ട്സിങ് ഒക്കെ മാറ്റി എറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഔട്ട്സിങ്ങിലാണ് ഈ പറഞ്ഞ പോലെ സഞ്ജുവിൻ്റെ എഡ്ജ് കയറിപ്പോയത്. അത് സ്ലിപ്പിൽ ക്യാച്ച് പോയിട്ടുണ്ട്. ആ ഫസ്റ്റ് ഓവറിൽ തന്നെ വീണ്ടും ക്യാച്ചുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ അഭിഷേക് ശർമ്മയുടെയൊക്കെ ക്യാച്ചുകൾ വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്യാച്ചുകൾ പോയി. ഫസ്റ്റ് ഓവറൊക്കെ ഓക്കെ ടൈറ്റായിരുന്നു. സെക്കൻഡ് ഓവറിലാണ് സഞ്ജു അടി തുടങ്ങിയത്. 4 എന്ന് വെച്ച സ്കോർ രണ്ടാമത്തെ ഓവറാകുമ്പോൾ സഞ്ജു 10ലേക്ക് എത്തിച്ചു. സഞ്ജുവിൻ്റെ സിക്സ് സഞ്ജു തുടങ്ങി. കാരണം ഇനി നിന്നിട്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായി.
അപ്പോൾ ഈ കളി സൗത്ത് ആഫ്രിക്ക 147 എടുത്തുള്ളൂ. ഇന്ത്യ 1/135 നാലാമത്തെ കളിയും കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ 3-1 പരിപാടി ജയിച്ചു. ഇന്ന് ശരിക്കും ഫൈനലായിട്ട് വേണമെങ്കിൽ സൗത്ത് ആഫ്രിക്ക കൂട്ടായിരുന്നു. ഇന്ന് സൗത്ത് ആഫ്രിക്ക ജയിച്ചിരുന്നെങ്കിൽ 2-2 സമനിലയിൽ പിരിയായിരുന്നു. പക്ഷേ നമുക്ക് സമയമില്ലാണ്ടായിപ്പോയി. സഞ്ജു 109, 56 ബോൾ 109, 6 4, 9 6, 194.64 സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അഭിഷേക് ശർമ്മ ഈ കളിയും കളിച്ചിട്ടുണ്ട്. നല്ല രണ്ടുപേരും കൂടി നല്ല പാർട്ണർഷിപ്പ്. ഏകദേശം 70-75 റൺസ് എത്തിയപ്പോഴാണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത് തന്നെ. അഭിഷേക് ശർമ്മ അത്യാവശ്യം ഓഫ് സ്റ്റമ്പിൽ നല്ല രീതിയിൽ ഡ്രൈവുകൾ കളിക്കുന്നുണ്ടായിരുന്നു, കട്ട് ഷോട്ടുകൾ കളിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ ഇൻസൈഡ് ഔട്ട് സിക്സറുകൾ അടിക്കുന്നുണ്ടായിരുന്നു, സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 4 6 അടിച്ചിട്ടുണ്ട്. അവന്മാരൊക്കെ നല്ല ചെക്കന്മാരാ, നല്ല പുഷ്പം പോലെയാണ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈസിയാണ് മറ്റേ കളിയൊക്കെ. തിലക് വർമ്മ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം പറയേണ്ടി വന്നില്ല. ഈ പ്രാവശ്യം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സെഞ്ചുറി അടിച്ചുകൊണ്ട് സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഫോം ഔട്ടാണ്, എനിക്ക് പ്രായമായി, നീ കയറി കളിച്ചോ, ടീമിനെ ജയിപ്പിച്ചാൽ മതി, എന്നെ ഈ വയസ്സാം കാലത്ത് തന്നെ ജയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവൻ കയറി 47 ബോൾ 120. അതായത് 2 പേര് സെഞ്ചുറി അടിച്ചെങ്കിലും എനിക്ക് തോന്നുന്നത് 2 പേര് 2020 ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി അടിക്കുന്നത്, 2 സെഞ്ചുറികൾ വരുന്നത് ചിലപ്പോൾ ഇത് ആദ്യമാണെന്ന് തോന്നുന്നു, ആയിരിക്കണം. അപ്പോൾ 47 ബോൾ 120 അടിച്ച തിലക് വർമ്മയ്ക്കാണ് മാൻ ഓഫ് ദ മാച്ച് കൊടുത്തത്. ദാൻ 56 ബോൾ 109 അടിച്ച സഞ്ജുവിനെ കാണും. നല്ലൊരു ഇന്നിങ്സായിട്ട് കൂട്ടിയത് അവൻ്റെയാണ്. 10 6 അടിച്ചത്. സഞ്ജു 9 6 അടിച്ചു കേട്ടോ. 10 6, 255 ആവറേജ്. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സഞ്ജു ഏകദേശം 35-40 റൺസ് എത്തിയപ്പോഴാണ് അഭിഷേക് ശർമ്മ കയറുന്നത്. പക്ഷേ സെഞ്ചുറി അടുത്തെത്തിയപ്പോൾ 2 പേരും ഏകദേശം 90-91 പറഞ്ഞാൽ അത്രയും സ്പീഡായിട്ട് തിലക് വർമ്മ കയറി, ബാറ്റിങ്ങിൽ കയറി. അതൊരു 50-ക്കൊക്കെ ശേഷം 50 സഞ്ജു ഫാസ്റ്റായിട്ട് അടിച്ചു. ആ സമയത്തൊക്കെ തിലക് വർമ്മയ്ക്ക് 20-25 റൺസൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ശേഷം തിലക് വർമ്മ ഒരു നല്ല രീതിയിലുള്ള പ്ലേ, അത് ലെഗ് സ്റ്റമ്പിൽ നല്ല നിറഞ്ഞാടിയെന്ന് തന്നെ പറയാം. ലെഗ് സ്റ്റമ്പിൽ എത്ര ഷോട്ടുകളാണ് ആ സമയത്ത് പുള്ളി എടുത്തത്. അതിനിടക്ക് സ്വിച്ചിങ് ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിട്ടിരിക്കുന്നത്. ഈ സ്വീപ്പ് ഷോട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് 6ഉം 4ഉം അടിക്കുന്നു, അതേപോലെ സ്വിച്ച് ഷോട്ടുകൾ അടിക്കുന്നു, റിവേഴ്സ് സ്വീപ്പ് കളിക്കുന്നു. അപ്പോൾ അങ്ങനെ പല പരിപാടിയും പുള്ളി അവിടെ ചെയ്ത് നല്ല രീതിയിൽ കളി കൊണ്ടുപോയി. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, സഞ്ജു സെഞ്ചുറി അടിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഈ ശരിക്കും ബോളർമാർ, ഈ സൗത്ത് ആഫ്രിക്കൻ ബോളർമാർ കുടുങ്ങിപ്പോയെന്ന് തന്നെ പറയാം. 2 പേരും 2 കാറ്റഗറിയിൽ ബാറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പോരാ തന്നെ ലെഫ്റ്റും റൈറ്റും ആണ് നിൽക്കുന്നത്. അവർക്ക് തന്നെ അറിയില്ല എങ്ങോട്ടേക്ക് അടിക്കണമെന്നുള്ള, എങ്ങോട്ടേക്ക് എറിയണമെന്നുള്ളത്. അവസാനം ഇവരുടെ ബോളർക്ക് തന്നെ ചിരി വരുന്നു. സഞ്ജു എന്നൊരു കട്ട് ഷോട്ട് എടുത്തിട്ടുണ്ട് ഓഫ് ടെമ്പിൽ, ഈ രോഹിത് ശർമ്മയും KL രാഹുലൊക്കെ എടുക്കുന്ന പോലെ. നല്ല ഷോട്ടായിരുന്നു. ആ ഷോട്ടും കൂടി എടുത്തപ്പോൾ അവരുടെ ഒരു മെയിൻ ബോളർ ആവും, ബാറ്റ്സ്മാൻ കൂടി, അവൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അവനിങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ കുറേ ക്യാച്ചുകളൊക്കെ പോയി തുടങ്ങിയപ്പോൾ അവർ തന്നെ എന്തൊക്കെയോ ബോളർമാർ കാണിക്കുന്നുണ്ട്. ഇതെന്ത് ടീമാണ്, ഈ ടീമിലൊക്കെയാണ് കളിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നതായിട്ട് കണ്ടു. പിന്നെ സഞ്ജു സെഞ്ചുറി അടിച്ച് കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കാണിക്കണം മുത്തേന്ന് പറഞ്ഞിട്ട്. പക്ഷേ സഞ്ജു കാണിക്കാൻ പോയില്ല. സഞ്ജു കാണിക്കാത്തതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു സഞ്ജുവിൻ്റെ ഫാദർ പറഞ്ഞത് സഞ്ജുവിനെ ഹർട്ട് ചെയ്തിട്ടുണ്ടോ, അതായിരിക്കണോ, അതോ ഇവനും നന്നായിട്ട് കളിക്കുന്നുണ്ടോ, തിലക് വർമ്മ നന്നായിട്ട് കളിക്കുന്നത് തന്നെക്കാളും കൂടുതൽ നല്ലതായിട്ട്, അല്ലെങ്കിൽ തൻ്റെ ഒപ്പം തന്നെ കളിച്ചതുകൊണ്ടാണ് സഞ്ജു അങ്ങനെ കാണിക്കാഞ്ഞത്, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ ഫാദർ അങ്ങനെ പറഞ്ഞതിലൊരു വിഷമമുണ്ട്. അതിൻ്റെ കഴിഞ്ഞ കളിയിലൊക്കെ സെഞ്ചുറി അടിച്ച് അത്രയും പോലും സഞ്ജു ഈ പ്രാവശ്യം കാണിച്ചില്ല. ആ 2 ഡെക്കിൽ 2 പ്രാവശ്യം പോയത് കൊണ്ടാണെന്നും അറിയില്ല. 0-ൽ 2 കളി ഔട്ടായല്ലോ, അതും കൂടി കൊണ്ടാണ്, അതാണോ അത് ഫാദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണോ, അത് ഇനി തിലക് വർമ്മയുടെ ലേസ്റ്റ് ചാൻസ്, അതൊന്നും ചാൻസ് ചെയ്യാൻ നോക്കണ്ട. എന്തായാലും ഇതായിരിക്കണം, ഈ 2 ചാൻസിൽ ഒന്നായിരിക്കണം. മെയിനായിട്ട് ഫാദർ അങ്ങനെ പറഞ്ഞതിലൊരു വിഷമമായിരിക്കണമെന്ന് തോന്നുന്നു. അത്ര സന്തോഷം കാണിച്ചില്ല. പക്ഷേ മറ്റവൻ നമ്മുടെ തിലക് വർമ്മ നല്ല രീതിയിൽ അത് ആഘോഷിച്ചു, പുള്ളിയുടെ ആ സെഞ്ചുറി എന്ന് പറയുന്നത്. പുള്ളി എന്തൊക്കെയോ അടിച്ച് പൊളിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചു. ശരിക്കും നല്ലതാണ്. കാര്യം അവൻ പറഞ്ഞു കയറി വന്ന ഒരാളാണ്. ഞാൻ ഈ പൊസിഷനിൽ കളിച്ച് നോക്കട്ടെ, എനിക്ക് കളിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ പറഞ്ഞ് ആ പൊസിഷൻ മേടിച്ചതാണ്. ഏതായാലും കോച്ചിനും ക്യാപ്റ്റനൊക്കെ ഭയങ്കര സന്തോഷം. സൂര്യകുമാർ യാദവ് 2 പേരും വളരെ കാര്യമായിട്ടൊക്കെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. VVS ലക്ഷ്മൺ, ഇന്ത്യൻ കോച്ച്, 2020 കോച്ച്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എക്സ്ട്രാ 18 വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ എന്താ പറയണ്ടത്, അവരുടെ ബോളിങ്ങിനെ പറ്റിയൊന്നും പറയാണ്ടിരിക്കുന്നില്ല. എല്ലാവരും 20, 30, 40 വെച്ച് അടി മേടിച്ചിട്ടുണ്ട്. 6-7 പേരെ അവർ എറിയിച്ചിട്ടുമുണ്ട്. ഇതിൽ സൗത്ത് ആഫ്രിക്കയുടെ ഇപ്പോൾ എന്താ പറയാനുള്ളത്, ഒരു കാര്യമായിട്ട് ആരും അടിച്ചില്ല. സ്റ്റബ്സ്, മർക്കലനും കളിച്ചില്ല. ക്ലാസ്സിൽ എത്ര 1-0 അർഷദീപ് LBW കുരുക്കി. എങ്കിലും അവൻ തന്നെ കുറച്ചും കൂടി ഇന്നിങ്സ് കാണായിരുന്നു. മില്ലർ 77 ബോൾ 36. മില്ലർ ശരിക്കും മില്ലറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഒരു ഇതുണ്ട്, കളിയും ജയിക്കുന്നില്ല, പുള്ളിയുടെ മുഖമൊക്കെ കാണാമായിരുന്നു. ജാൻസൺ ഈ പ്രാവശ്യം കളിച്ചില്ല. 12 ബോൾ
29 അടിച്ചിട്ടുണ്ട്, 3 സിക്സ് അടിച്ചിട്ടുണ്ട്. നോട്ട് ഔട്ടാണ് കേട്ടോ ചങ്ങായി. ആ ചങ്ങായി കയറി വരും. ആ ചപ്ലിനെ IPL എടുത്ത് കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. പിന്നെ പറയാൻ പറ്റില്ല മഹാരാജ് ആരും കളിച്ചിട്ടുണ്ടെന്ന്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ആ ടീം ഇപ്പോൾ രണ്ടാമത് സൗത്ത് ആഫ്രിക്കൻ ടീം ഇത്രയും കയറി വന്നതിൽ IPL പോലുള്ളൊരു ഗെയിമിൻ്റെ ഒരു പങ്കുണ്ട്. അത് തീർച്ചയായിട്ടും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പല രാജ്യത്തും ക്രിക്കറ്റ് മടുത്ത് അല്ലെങ്കിൽ ക്രിക്കറ്റിനോട് താല്പര്യം ഇല്ലാണ്ട് സെലക്ഷൻ പോലും വലിയ പ്രോപ്പറായിട്ട് നടക്കാണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് IPL വരുന്നത്. അത് കണ്ടിട്ടല്ല അതിൽ കിട്ടുന്ന പൈസ, സ്വന്തം രാജ്യം ജയിച്ചില്ലെങ്കിൽ പോലും അവർക്കൊന്നും ഈ വെസ്റ്റ് ഇൻഡീസ് കളിക്കാർക്കൊന്നും വലിയതായിട്ടുള്ള പൈസയൊന്നുമില്ല. ആ ക്രിക്കറ്റ് ബോർഡുമായിട്ട് ഒരു ഭയങ്കര ഉടക്കാണ്. അതിനോട് പ്രതിഷേധിച്ച് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവിടെയുള്ള ഒട്ടുമിക്ക കളിക്കാർ ആ ക്രിക്കറ്റ് ബോർഡിനോട് ഉടക്കിപ്പോയ ആൾക്കാരുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ സമി സർവൻ ആ ടീമിനോട് ഉടക്കിയതാണ്. സർവനൊക്കെ ഏത് നല്ല കളിക്കാരനാണ്, എത്രയോ വലിയ കളിക്കാരനായിരുന്നു. ഓസ്ട്രേലിയൻ ടീമിനൊക്കെതിരെ നല്ല ആവറേജ് ഉള്ളൊരു കളിക്കാരനായിരുന്നു, നല്ല ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരുന്നു, ക്ലാസ് പ്ലെയർ ആയിരുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ആ ടീമിലുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഉണർവായിരുന്നു അവിടെ കളിച്ചില്ലേലും ഒരു പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞാൽ IPL ഒന്ന് കളിച്ച് പൈസ ഉണ്ടാക്കാന്നുള്ളത്. IPL ശേഷം വേറെ കുറേ ലീഗുകൾ ഓരോ രാജ്യക്കാർ തുടങ്ങി. PCL പാകിസ്ഥാൻ തുടങ്ങിയത്, ബംഗ്ലാദേശും തുടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയോ വേറെ പല രാജ്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഗെയിമുകൾ ഈ ഒരു രാജ്യത്തെ ക്രിക്കറ്റ് നിന്ന് പോകാണ്ടിരിക്കാനുള്ള ഒരു ഹെൽപ്പാണ് അവർക്ക്, ഒരു കൈത്താങ്ങാണെന്ന് പറയാം. അവർക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സൗത്ത് ആഫ്രിക്ക ഏകദേശം താഴേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഉണർവെന്ന് പറയുന്നത് അവർക്ക് നല്ല 2020 പ്ലേയേഴ്സ് ഇപ്പോൾ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഈ IPL ഒരു ഭാഗമാണ്. അവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത് വന്ന് പൈസ കിട്ടുന്ന ഒരു പരിപാടിയാണ് തോന്നിക്കാനുള്ള ഒരു സംഭവത്തിൽ IPL ഒത്തിരി നന്ദി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ക്രിക്കറ്റിനെ സ്നേഹിക്കപ്പെടുന്ന ഒരാൾ പോലും ആഗ്രഹിക്കില്ല വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയൊക്കെ ഒരിക്കലും ആ ടീം ഇല്ലാണ്ടായി പോകില്ല എന്ന് ആരും ആഗ്രഹിക്കില്ല, ഇല്ലാണ്ടായി പോകണമെന്ന് ആരും ആഗ്രഹിക്കില്ല. കാര്യം കെനിയ ഒരു നല്ല ടീമായിരുന്നു കുറേ കാലം, ഇന്ത്യനെ അവരെ തോപ്പിച്ചിട്ടുള്ളതാണ്. ആ ടീം ഇപ്പോൾ ഇല്ല ശരിക്കും. ഞാനിവിടെ വെച്ച് ഓരോ കെനിയക്കാരെ കാണും, ഓരോ ഡ്രൈവർമാരെയൊക്കെ ഞാനിങ്ങനെ ചോദിക്കും ക്രിക്കറ്റിനെ പറ്റിയൊക്കെ. ചില ആൾക്കാർക്ക് ക്രിക്കറ്റിനെ പറ്റി അറിയാം, അവർ കൂടുതലും ഫുട്ബോളിലൊക്കെയാണ് ഫോക്കസ്. പക്ഷേ ചില ആൾക്കാർക്ക് ക്രിക്കറ്റിനെ പറ്റി നന്നായിട്ട് അറിയാം. അവർ അന്നത്തെ പോലത്തെ ടിക്കോളോ, ഉടുംബെ, അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടീം പല ടീമുകളും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പല രാജ്യത്തും ക്രിക്കറ്റ് 2020 ഫോർമാറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് IPL അല്ലെങ്കിൽ IPL പോലത്തെ പണം മാരിയുള്ള ഒരു ലീഗിൻ്റെ ഒരു സ്വാധീനം തന്നെയുണ്ട്. എങ്കിലും ആ രാജ്യത്ത് ക്രിക്കറ്റ് കൂടുതലായിട്ട് വളരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. നമ്മളെപ്പോഴും കളി കാണുന്നില്ലെങ്കിൽ പോലും ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ടീമുകളില്ലാണ്ട് പോകല്ലേ എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയും ആഗ്രഹം മാത്രമേ ഉള്ളൂ. കളി നന്നായിട്ട് പോട്ടെ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വരേണ്ട നമ്മുടെ ആർഷദീപ് സിംഗ് 3 വിക്കറ്റ്, ഹാർദിക് പാണ്ഡ്യ 1 വിക്കറ്റ്, സിംഗ് നമ്മുടെ രാമാനന്ദനോ, ഞാൻ അവൻ്റെ പേരറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വന്ന് വെച്ചു രാമാനന്ദൻ അല്ലടാ യുവാനന്ദ്, വേണമെങ്കിൽ പേര് നോക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ പറയണതിൻ്റെ ഇടയ്ക്ക് ആ പേര് നോക്കിയെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ചക്രവർത്തി 2 വിക്കറ്റ്, ചക്രവർത്തിക്ക് അത്യാവശ്യം വിക്കറ്റുകളുണ്ട് എല്ലാത്തിനും. വിഷ്ണോയ് 1 വിക്കറ്റ്, ഷെർ പട്ടേൽ 2 വിക്കറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനകത്ത് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനുള്ള കാര്യങ്ങളില്ല. പിന്നെ കുറേ ട്രോളുകൾ ഞാൻ കണ്ടു സഞ്ജുവിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനലുകളിലൊക്കെ വരുന്ന അടിച്ച സഞ്ജു, എന്താടാ ഹേറ്റേഴ്സ് ഇപ്പോൾ ട്രോളുന്നില്ലേ മോനെ സഞ്ജു എന്ന് പറഞ്ഞ് സഞ്ജുവിൻ്റെ ഫാദർ വരുവാണ്. സാംസൺ അച്ചായൻ മോൻ പൊക്കോ, ബാക്കി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് സാംസൺ അച്ചായനെ പൊക്കിക്കൊണ്ട് സഞ്ജുവിൻ്റെ ഫാൻസുകാർ പോയി. അപ്പോൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ മിണ്ടാതെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് സാംസൺ അച്ചായനെ സഞ്ജുവിൻ്റെ ഫാദറിനെ കൊണ്ടുപോയി. സ്പോർട്സ് കീഡ മെയിൻ ക്രിക്കറ്റ് പേജാണ്. അപ്പോൾ പുള്ളി അവരെ ഇട്ടിരിക്കുന്നത് സഞ്ജു സാംസൺ ഒൺലി ഹാവ് 2 മൂഡ്സ്. അത് അന്യനിലെ നമ്മുടെ വിക്രത്തിൻ്റെ അമ്പിയും നമ്മുടെ റെമോ അല്ല അന്യനുമായിട്ട് വരുന്ന റോളാണ്. അമ്പിയും കാണിക്കുന്നത് തൊഴുതണ്ടിരിക്കുന്നത്, അതാണ് സംഭവം. പിന്നെ നമുക്ക് പറയാനുള്ളത് സൂര്യകുമാർ യാദവ് സ്വന്തം ടീമിൻ്റെ നമ്മുടെ സംയുക്തൻ്റെ പ്രജയിലെ സംഭവമാണ്. സ്വന്തം ടീമിൻ്റെ ബാറ്റിംഗ് മുഴുവൻ ഹെൽമെറ്റ് വെച്ചിരുന്ന് കാണാൻ പറ്റുമോ സക്കീർ ബട്ടയക്കാൻ സൂര്യകുമാർ ഇപ്രാവശ്യം ഹെൽമെറ്റ് വെച്ചിരുന്ന് കണ്ടു. അതേപോലെ നമ്മുടെ ഇവൻ ശ്രീജിത്ത് പണിക്കരിട്ട് ഏതായിരുന്നു ഞാൻ കണ്ടില്ലത്. ശ്രീജിത്ത് പണിക്കരിട്ടത് ഒന്നെങ്കിൽ ഇരട്ട സംഖ്യ പുള്ളിക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അതായത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 100, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യ അതിഷ്ടമല്ല എന്നുള്ളതാണ് ശ്രീജിത്ത് പണിക്കരിട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പോകുന്നു രസകരമായ കുറേ കാര്യങ്ങൾ. എന്തായാലും കളി നല്ലതായിരുന്നു. ശരിക്കും സങ്കടം തോന്നി ഈ സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ. ഞാൻ വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം കളിച്ച ബംഗ്ലാദേശാണ് ഏറ്റവും ചളി എന്നുള്ളത്. പക്ഷേ ചളീൻ്റെ മാത്രമല്ല, അവർ കളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവർക്ക് അവരുടെ കയ്യിൽ നിന്നൊക്കെ പോയി. അവർക്ക് കുറച്ചും കൂടി ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ആ കളി കുറേയൊക്കെ പിടിക്കാവുന്നേ ഉള്ളൂ. ആ ടീം സ്പിരിറ്റൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ക്യാച്ചുകളൊക്കെ കുറച്ചും കൂടി കയ്യിലൊക്കെ ഇരുന്നേക്കാം. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ, അവരുടെ ബോർഡും ശരിയല്ല, ക്രിക്കറ്റ് ബോർഡും ശരിയല്ല, മൊത്തത്തിൽ
ഈ സംവരണമൊക്കെ വന്നപ്പോൾ തന്നെ ആ ടീം മൊത്തം പോയി. ഒരുത്തനെ കൊണ്ടുവന്നാൽ അവരുടെ ക്യാപ്റ്റൻ മറ്റേ ഈ പണ്ടേലൊക്കെ ഉണ്ടായിരുന്നത് ആ ചങ്ങായിനൊക്കെ എവിടെ നിന്ന് പിടിച്ചിട്ട് വന്നതാണ്. അവൻ ഒരു കളിയും കളിക്കുകയില്ല, ഒരു കളി കളിച്ച് 2 കളി പുറത്തിരിക്കുന്നതാണ്. അവനൊക്കെ പണ്ടേ പിടിച്ച് പുറത്താക്കേണ്ട ഒരാളായിരുന്നു. എൻ്റെ പേരെന്നറിയാം, ഏതൊരു സെഞ്ചുറി എവിടെയൊക്കെ ആരൊക്കെ വരെ അടിച്ചിട്ടുണ്ട്. അവൻ കളിക്കുമ്പോൾ അവൻ്റെതായിട്ടുള്ള കുറേ ടീമുകൾ ഇപ്പോൾ ഈ റേസിസം പറയണതല്ല, കളിക്കുന്നവരെ മെറിറ്റിലാണ് ആൾക്കാരെ കൊണ്ടുവന്ന് ടീമിന് എടുക്കേണ്ടത്. അല്ലാണ്ട് ഓരോ സംവരണവും കൊടുത്ത് ഓരോമാരെ കൊണ്ടുവന്ന് കളിയിലും കയറ്റി ആ കളീനെ വിജയ ശതമാനം കുറഞ്ഞ് മൊത്തം തോലപ്പിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ആ ടീമില്ലാണ്ടാകുമ്പോൾ ഇവരുടെ ചൊറിച്ചിൽ തീരും. അപ്പോൾ അത് അത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത്. അതേപോലെയാണ് നല്ല ടീം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വെച്ചാണ് സിംബാബ്വെ ക്രിക്കറ്റ് ടീം. സംവരണം കൊണ്ടുവന്ന് ആ ടീം തന്നെ ഇല്ലാണ്ടായിപ്പോയി. നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്ന ടീമായിരുന്നു. അപ്പോൾ ഈ സംവരണം എന്ന് പറയുന്നത് ഇതേപോലുള്ള ഗെയിമുകൾക്കൊന്നും സംവരണം ഒന്നും കൊണ്ടുവരരുത്. അങ്ങനെ അവർക്ക് വേണമെങ്കിൽ വല്ല ജോലിയും മേടിച്ചു കൊടുക്കുക. അല്ലാണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കുത്തിത്തിരികി ആ ടീമിനെ മൊത്തം നശിപ്പിച്ച് ബാലൻസിങ് കളഞ്ഞ് അങ്ങനെ കുറേ ഉടായ്പ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അത്രയാണ്. ശരി.